പിന്നാലെ കൊച്ചിയിലെ ടാൽ ഡ്രോപ്പ് കമ്പനിയിലും കൂട്ട പിരിച്ചുവിടൽ. ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെയാണ് 300ഓളം ജീവനക്കാരെ കമ്പനി പേരുവഴിയിലാക്കിയത്. നടപടിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിലേക്കാണ് ജീവനക്കാർ കടന്നിരിക്കുന്നത്. കൊച്ചി തൃക്കാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽ ഡ്രോപ്പിന് കീഴിലുള്ള 19 ഉപകമ്പനികളിലായിട്ടാണ് 300-ലധികം ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞാണ് ജീവനക്കാരെ കമ്പനി ഘട്ടം ഘട്ടമായി പിരിച്ചുവിട്ടത്. ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും നൽകാതെയായിരുന്നു കമ്പനിയുടെ ഈ നടപടി. മാർച്ചോട് കൂടിയിട്ട് എല്ലാ എംപ്ലോയീസിനെയും, ഈവൻ ക്ലീനിങ് സ്റ്റാഫിനെ അടക്കം ഇവരെന്ത് ചെയ്തു, ഇവർ പിരിച്ചുവിടാണ് ഉണ്ടായത്. കേരളത്തിലെ ഏകദേശം 38ഓളം ഓഫീസുകൾ ഇവർ വില്ലേജ് പാർക്ക് എന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു ഓപ്പറേഷനും നടക്കുന്നില്ല. എനിക്ക് 11 മാസം സാലറി കിട്ടാനുണ്ട്. അതിന് പുറമെ തന്നെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അതും കിട്ടാനുണ്ട്. 6 മുതൽ 11 മാസം വരെ ശമ്പളം മുടങ്ങിയവർ ഇക്കൂട്ടത്തിലുണ്ട്. പെട്ടെന്നുള്ള ടെർമിനേഷൻ ആയിരുന്നു. ആൾക്കും സാലറി ഇത് കിട്ടിയിട്ടില്ല. എനിക്കൊരു 2 ലക്ഷം അടുപ്പിച്ച് സാലറി മാത്രം കിട്ടാനുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല. AI സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം പിരിച്ചുവിടുന്നു എന്ന വിശദീകരണമാണ് കമ്പനി ജീവനക്കാർക്ക് നൽകിയത്. AIയുടെ വരവോട് കൂടിയിട്ടാണ് മാറുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ കമ്പനി ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ കമ്പനി ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ കമ്പനി തുടങ്ങുകയാണെന്ന് പറയുന്നു. പുതിയ വേറെ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു ട്രാക്ക് നശിപ്പിച്ചളയാനാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലേബർ കോഡിന്റെ നിയമപരമായ സംരക്ഷണം ഉപയോഗിച്ചാണ് കമ്പനിയുടെ നടപടി. ഇതിനെതിരെ ജീവനക്കാർ തൊഴിൽ വകുപ്പിന് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.